വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ്റെ ഒരു വിഭവമാണ്, ചിക്കൻ തോരൻ. അപ്പോൾ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം അരപ്പ് റെഡിയാക്കാം. തേങ്ങ ചിരകിയത്, ഒരു പച്ചമുളക്, ലേശം മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകം, മുഴുവൻ മല്ലി, ഒരു ഗ്രാമ്പു, ഒരു സ്റ്റാർ അനീസ് ഒന്നില്ല, പകുതി, പിന്നെ ലേശം ചിക്കൻ മസാല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗരം മസാല വേണമെങ്കിലും ചേർക്കാം, ചിക്കൻ മസാല തന്നെ വേണമെന്നില്ല. ഞാനിവിടെ ചിക്കൻ മസാലയാണ് ചേർക്കുന്നത്. ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ട് മസാല ചേർക്കുന്നതാണ്. അടിച്ചെടുക്കാം, വെള്ളം ചേർക്കാതെ ഈ കാണുന്നത് പോലെ അരച്ചെടുത്താൽ മതി. അപ്പോൾ ഇനി ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിൽ കറിവേപ്പിലയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. പച്ചമുളകും കറിവേപ്പിലയും ചേർത്തൊന്ന് മൂത്ത് വരട്ടെ. ഇപ്പോൾ ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ലേശം മൂക്കട്ടെ. ചിക്കൻ തോരൻ നല്ല സ്വാദുള്ളൊരു തോരനാണ്. ചിക്കൻ്റെ പല വിഭവങ്ങളുണ്ടല്ലോ, അപ്പോൾ ഇത് തോരൻ ഒരു വെറൈറ്റി പോലെ ഉണ്ടാക്കുക. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് സവോള കുത്തിപ്പൊടിച്ച് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഈ സവോള നല്ലപോലെ ഇളക്കി വഴറ്റിയെടുക്കാം. ലേശം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ലേശം ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയാൽ മതി, ഒരുപാട് മൂക്കണ്ട. ഇളക്കി യോജിപ്പിക്കാം. അടച്ച് വെച്ച് ഒന്ന് വാടിക്കഴിയുമ്പോൾ പിന്നെ നമുക്കതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ബോൺലെസ് ആയിട്ടുള്ള ചിക്കനും കുറച്ച് ബോണുള്ളതും കൂടെ എടുത്തേക്കുന്നത്. ബോൺലെസ് ആയിട്ടുള്ളതായിരിക്കും കുറേ കൂടെ നല്ലത്. ഇപ്പോൾ 1-2 ബോണുള്ള പീസ് ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. പാകത്തിനുപ്പും ചേർത്ത് ഒന്നും കൂടെ ഒന്ന് യോജിപ്പിച്ച് ലേശം മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് അരപ്പരച്ച മിക്സിയിൽ ലേശം വെള്ളം ഒഴിച്ച് അതും കൂടെ ചേർക്കാം. ചിക്കൻ നല്ലപോലെ വഴറ്റിയിട്ട് വേണം അരപ്പൊഴിച്ച് വെള്ളം ചേർക്കാൻ. ഉപ്പും പരുവത്തിനാന്ന് നോക്കിയിട്ട് നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. ബോയിലർ ചിക്കൻ ആയതുകൊണ്ട് വേഗം വലിയ താമസം കാണത്തില്ല, പെട്ടെന്ന് വേഗം. ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. വെള്ളം വറ്റി വരുമ്പോൾ അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പിൻ്റെ പച്ചച്ചുവ മാറുന്നത് വരെ അടച്ചു വെച്ച് 2 മിനിറ്റത്തേക്ക് വേവിക്കാം. ഉപ്പ് പരുവത്തിനാണോ എന്ന് നോക്കിക്കൊള്ളണം. ചോറിൻ്റെ കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് ചിക്കൻ്റെ ഒരു വെറൈറ്റി ചിക്കൻ തോരൻ. അപ്പോൾ വെള്ളം തോർത്തി ചിക്കിയെടുക്കുക. ഇനിയിപ്പോൾ ലേശം കറിവേപ്പിലയും മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലയും ചേർക്കാം, ഞാനിപ്പോൾ ചേർക്കുന്നില്ല. വെളിച്ചെണ്ണയും ഒഴിച്ച് നമുക്ക് ചൂടോടെ ഉപയോഗിക്കാവുന്നതാണ്. സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. താങ്ക്സ് ഫോർ വാച്ചിങ്.